ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളെ വല്ലാണ്ട് സങ്കടം വരുമ്പോൾ എന്താ ചെയ്യാം? മിക്ക ആൾക്കാരും കരയല്ലേ? ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും കരയും. ഇനി കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടം എല്ലാം മാറും. അങ്ങനെയാണെങ്കിൽ നല്ലതാണല്ലോ. കുറേ അങ്ങോട്ട് കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ മാറുമായിരിക്കും, നോട്ട് കംപ്ലീറ്റ്ലി. ഇനി നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്, ലവർ, പാർട്ട്ണർ, അച്ഛൻ, അമ്മ, സിസ്റ്റർ, ബ്രദർ, ഇതിനോടൊക്കെ പറഞ്ഞാൽ സങ്കടം മാറും. നമ്മുടെ ലൈഫിൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഹാപ്പിനെസ്സും ഒരുപാട് ഇമോഷൻസ് നമ്മുടെ ലൈഫിലുണ്ടാവും. ഇപ്പോൾ നമുക്ക് മീഡിയയിൽ കാണുന്നുണ്ടല്ലേ, ഒരു പരീക്ഷ മാറ്റി വെച്ചതിൻ്റെ പേരിൽ കുട്ടികൾ സൂസൈഡ് ചെയ്യുന്നു. ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് ദാറ്റ്? ആസ് ടീച്ചേഴ്സ്, ആസ് പേരൻസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടതല്ലേ? കുട്ടികൾക്ക് ഈ എക്സാമിൻ്റെ അപ്പുറത്ത് കുറേ വേറെ കാര്യങ്ങളുണ്ട്. ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ആസ് ടീച്ചേഴ്സ് വി ഷുഡ് ഓൾവേസ് ടീച്ച് ദെം ലൈഫ് ലെസൺസ്. അല്ലേ, ലൈഫ് ലെസൺസ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. നോ ബഡി വിൽ കം ടു ടാക്കിൾ ഓൾ യുവർ പ്രോബ്ലംസ്, ടു ടാക്കിൾ ഓൾ യുവർ വറീസ്. അല്ലെ, നിങ്ങളുടെ വറീസും സങ്കടങ്ങളും പ്രോബ്ലംസും പരിഹരിക്കാൻ നിങ്ങളുടെ 24/7 ഒരാൾ സപ്പോർട്ടിനുണ്ടാവും. അത് പാർട്ട്ണർ ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ബ്രദർ, അച്ഛൻ, അമ്മ, സിസ്റ്റർ. 24/7 ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആരാ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്? നിങ്ങളുടെ ഓൺ ബോഡി. അല്ലേ, നിങ്ങളുടെ കൂടെ 24/7 രാത്രിയും പകലും ഒപ്പം നിങ്ങളുടെ കൂടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഫാക്റ്റ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ബോഡിയെ സ്നേഹിക്കാനും നമ്മുടെ സോളിനെ സ്നേഹിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. അല്ലേ, അല്ലാണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക, മറ്റൊരാളുടെ കാര്യങ്ങൾ നോക്കുക, അവർക്ക് വേണ്ടി ഇത് ചെയ്യുക. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പേരൻസും പറയാതെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. കുട്ടികൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ചിൽഡ്രൻ ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. അല്ലെങ്കിൽ എപ്പോഴും ഈ അമ്മയും അച്ഛനും കോൺസ്റ്റൻ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. കോൺസ്റ്റൻ്റ്ലി അത് കേട്ട് വളരുന്ന കുട്ടികൾ ദേ വിൽ നോട്ട് ബി സെൽഫ് സഫീഷ്യൻറ്റ്. അവർക്ക് പേടിയുണ്ടാവുക, എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണമെന്ന് തോന്നും. അങ്ങനെ ഒരിക്കലും പറഞ്ഞ കുട്ടികളെ വളർത്താൻ പാടില്ല. അപ്പം ആ കുട്ടികൾ ഭയങ്കര ഇമോഷണൽ ആവും. എപ്പോഴും 24/7 ആരോടത്തെങ്കിലും ഒരു കമ്പനി വേണം, എപ്പോഴും സന്തോഷിക്കണം. ഒരു ചെറിയ സങ്കടം വന്നു കഴിഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ജനറേഷൻ അല്ലല്ലോ നമുക്ക് വേണ്ടത്. ഓൾ ദ ചിൽഡ്രൻ ഷുഡ് ബി സെൽഫ് ഡിപ്പെൻഡൻറ്റ്. അല്ലേ, സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ സെൽഫ് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു ജനറേഷനാണ് നമുക്ക് വേണ്ടത്. So let us all pray to God that we all get the ample strength to teach our children to love themselves. ആ സെൽഫ് ഹെൽപ്പിംഗ് എബിലിറ്റി കുട്ടികളെ എല്ലാവർക്കും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയട്ടെ. Let us all of us get the blessings from the Almighty to celebrate our lives. ഈ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഈ ഒരു സമയം നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റട്ടെ. Celebrate your life. Thank you.